കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരിലെ ഒരു പ്രധാന അറിയിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വരുന്ന ഏപ്രിൽ 12 മുതൽ 20 വരെ ദർശന നിയന്ത്രണമാണ്. കാരണം വേനലവധിക്കാലത്തെ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ഭക്തജനങ്ങൾക്ക് ദർശനമൊരുക്കുന്നതിനായി അവധി ദിവസങ്ങൾക്കിടയിൽ വരുന്ന പ്രവൃത്തി ദിനങ്ങളായ ഏപ്രിൽ 15, 16, 19 തീയതികളിൽ കൂടി നിലവിൽ പൊതു അവധി ദിനങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ VIP ദർശന നിയന്ത്രണം ബാധകമാക്കാനായി ദേവസ്വം ഭരണസമിതി ഇന്ന് തീരുമാനിച്ചു. ഇതോടെ ഏപ്രിൽ 12 മുതൽ 20 വരെ തുടർച്ചയായ ദിവസങ്ങളിൽ സ്പെഷ്യൽ ദർശനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിയന്ത്രണം വരും. അതാണ് ഏറ്റവും പ്രധാന വാർത്ത. അതായത് ഇനി അവിടെ വന്നിട്ട് VIP ദർശനം ടോക്കൺ എടുക്കാനൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഏപ്രിൽ 12 മുതൽ 20 വരെ, വിഷുവൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഗുരുവായൂരിലെ വിഷുക്കണിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം. അനേക ഭക്തജന ലക്ഷങ്ങൾ വന്ന് ദർശനം കാണുന്ന ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച, ഒരു പുണ്യമുഹൂർത്തം. അത് 2025 വർഷത്തെ വിഷുക്കണി ദർശനം ഏപ്രിൽ 14 തിങ്കളാഴ്ച പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ്. 1 മണിക്കൂർ സമയമാണ് ആ വിഷുക്കണി ദർശനം നമുക്ക് പ്രാപ്യമാവുക. അപ്പോൾ അതിന് എല്ലാവരും തയ്യാറെടുത്തോളൂ. ആ 1 മണിക്കൂർ ദർശനത്തിൻ്റെ അതിൽ ആർക്കൊക്കെ കിട്ടും, എന്തൊക്കെ കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഗുരുവായൂരപ്പൻ അത്രയ്ക്കും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ആ ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണി ആ സമയത്ത് നമുക്ക് ദർശിക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയും ലൈനിലും ഒക്കെ നിന്നാൽ. കാരണം അത്രയ്ക്കും ഭക്തജന ലക്ഷങ്ങളായിരിക്കും തലേ ദിവസം മുതൽ ക്യൂവിൽ ഉണ്ടാവുക. കാരണം ഭഗവാന്റെ വിഷുക്കണി കാണുക എന്ന് പറഞ്ഞാൽ ജന്മസുകൃതമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുത്ത് അതിനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അതുപോലെ അതും പ്രധാനമായ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് നമുക്ക് മേൽശാന്തിയുടെ ആ ഒരു കൈനീട്ടം വാങ്ങാനുള്ള ഒരു സൗഭാഗ്യം കൂടി നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. ഗുരുവായൂരപ്പൻ തന്നെ അതിന് ഇടവരുത്തട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം നമുക്ക് ഓരോ വർഷത്തിലും നമുക്ക് ഓരോരോ മേൽശാന്തിമാരിൽ നിന്നും കിട്ടുന്ന ആ ഒരു അസുലഭ മുഹൂർത്തം അത് ഒഴിവാക്കാൻ പറ്റില്ല. അത്രയ്ക്കും പ്രാധാന്യം തന്നെയാണ്. ആ ഒരു വർഷത്തെ വിഷുഫലമാണ്. കാരണം ഗുരുവായൂരപ്പൻ അമ്മയുടെ സ്ഥാനത്ത് ഉള്ള, ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ആ അമ്മയുടെ കയ്യിൽ നിന്ന് നമുക്ക് ദക്ഷിണ വാങ്ങുക എന്ന് പറഞ്ഞാൽ, അതായത് കൈനീട്ടം വാങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം തന്നെയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി എല്ലാവരും തയ്യാറെടുത്തോളൂ. എല്ലാവർക്കും ഈ വർഷത്തെ 2025 ഏപ്രിൽ 14 വിഷുവിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള വിഷുക്കണി ദർശനം എല്ലാവർക്കും ലഭിക്കാൻ ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു വളരെ നല്ല വിഷുവായി തീരട്ടെ ഈ വർഷം. എല്ലാവർക്കും നല്ല വിഷു ആശംസകൾ ഗുരുവായൂർ ഓൺലൈൻ യൂട്യൂബ് ചാനലിൻ്റെ വക എല്ലാവർക്കും സന്തോഷത്തോടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.